ചീരയും ചക്കക്കുരുവും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചക്കക്കുരു നല്ലതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. ഇനി ഇത് ഒരു കുക്കറിൽ ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുക. ചീരയേക്കാൾ വേവ് ഒരല്പം കൂടുതലായതുകൊണ്ടാണ്. ചീര നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി 3-4 പ്രാവശ്യം ഞാനിത് കഴുകി എൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ ഇലയിലൊക്കെ നല്ലപോലെ മണ്ണ് പറ്റിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ വെള്ളത്തിലിട്ട് കഴുകി കളഞ്ഞ് എടുക്കുക. അതിനുശേഷം ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചക്കക്കുരുവും ചീരയും ഇത് രണ്ടും വൈറ്റമിൻ്റെയും പ്രോട്ടീൻ്റെയൊക്കെ കലവറയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന വളരെ നല്ലതാണ്. ചീര കട്ട് ചെയ്ത് തീർന്നു. ഇനി ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിന് തേങ്ങ, അതിലൽപ്പം മഞ്ഞൾപ്പൊടി, ജീരകം എടുക്കുക. ഇനി ഒരു മുളക്, വെളുത്തുള്ളി ചെറിയ അല്ലി 2 എണ്ണം. ഇതൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരയേണ്ട, നമ്മൾ പീര പരുവത്തിൽ അരച്ചെടുക്കുക. അരച്ചതായി ഒരു പീര പരുവത്തിൽ അരച്ചെടുത്തു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ചീരയിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ചീരയിൽ തന്നെ വെള്ളമുണ്ട്. നമ്മൾ അടച്ച് വെച്ച് വേവിച്ചാണ് ചീര എടുക്കേണ്ടത്. ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഈ ചീരയില ഇതിലോട്ട് ഇടാം. ചീരയിൽ ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഉപ്പിടുമ്പോൾ ഇതിൽ വാടി കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് കൂടുതലായിട്ട് വരും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ വാടി അതിൽ നിന്ന് വെള്ളം നല്ലതുപോലെ ഇറങ്ങുന്നുണ്ട്. അടച്ച് വെച്ച് വേണം ചീര വേവിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ആവി വെള്ളം നിന്ന് തന്നെ ഇത് വെന്ത് വന്നോളും. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് വീണ്ടും അടച്ച് വെച്ച് തന്നെ വേവിക്കുക. 2-3 മിനിറ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. ചീര ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ വാടി ഇത് വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ചൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി. ചീര പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.